ഇത് വളരെ വലിയൊരു പമ്പാണ്. പമ്പിലുള്ള എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് അതൊക്കെ ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പമ്പ് വർക്ക് ചെയ്യുന്ന എനർജി മുഴുവൻ ഇതേ സോളാർ പാനലിൽ നിന്ന് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മുടെ കൊച്ചി എയർപോർട്ടിലുള്ള അതേപോലത്തെ ഒരു സിസ്റ്റം തന്നെയാണ് ഇവർ ഇവിടെ ഉപയോഗിക്കുന്നത്. ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതിനുള്ള റൂമാണിത്. ഇത് ഹൗദ എന്ന് പറയും, അതായത് വാട്ടർ ടാങ്ക്. നമ്മൾ കേരളത്തിലൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇങ്ങനത്തെ ഒരു പമ്പ്, അതായത് ഒരു ബാർബർ ഷോപ്പ് അടക്കമുള്ള പമ്പ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരു പെട്രോൾ പമ്പിനെ കുറിച്ചാണ്. നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ ഉണ്ടാവുക, നമ്മൾ പെട്രോൾ അടിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, എയർ ചെക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും, ടോയ്ലറ്റുകൾ ഉണ്ടാവും, ചിലപ്പോൾ ഒരു കോഫി ഷോപ്പ് കൂടി ഉണ്ടാവും അതിൻ്റെ കൂടെ. ഇതാണ് നമ്മൾ മാക്സിമം ഒരു പമ്പിൽ നമ്മൾ കാണുന്ന സാധനങ്ങൾ. ഇന്ന് നമ്മൾ പോകുന്ന പമ്പ് ഇത് വിശാഖപട്ടണം ഭുവനേശ്വർ ഹൈവേയിലുള്ള സുബാലയ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സുബാലയ പെട്രോൾ പമ്പാണ്. ഈ പമ്പിൻ്റെ പ്രത്യേകത നമ്മൾ സാധാരണ കാണുന്ന ഒരു പമ്പ് പോലെ, നമ്മൾ വിചാരിക്കുന്ന ഒരു പമ്പ് പോലെയല്ല. ഇതിന് കുറേ അധികം ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പമ്പ് വർക്ക് ചെയ്യുന്നത് സോളാർ എനർജിയിലാണ്. സോളാർ പാനൽ വെച്ചാണ് ഇവർ പമ്പ് വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ നമ്മൾ സാധാരണ പമ്പിൽ കാണുന്ന സൗകര്യങ്ങൾക്ക് പുറമെ ബാർബർ ഷോപ്പ് അടക്കമുള്ള ഒരു പമ്പാണത്. നമുക്കിനി പമ്പിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഇതാണ് സുബാലയ പമ്പ്. ഇതാണ് നമ്മൾ പറഞ്ഞ അതേ പെട്രോൾ പമ്പ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പെട്രോൾ അടിച്ച് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് കാണാം. വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇതാണ് പമ്പിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് ബാക്കിൽ. ഈ സൈഡ് മുഴുവൻ ഭയങ്കര വലിയ പാർക്കിംഗ് ആണ്. ഇവിടെ ഓട്ടോമാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു റൂമുണ്ട്, 2-3 ഷട്ടറുണ്ട്. ഇത് ഓൾറെഡി ഇവിടുത്തെ മറ്റേ വണ്ടികളുടെ സ്പെയർ പാർട്സും സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അതിന് കൂടെ തന്നെ ലേണിംഗ് സെൻറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഒരുവിധം വണ്ടികളുടെ പാർട്സൊക്കെ ഇവിടെ കിട്ടുന്നതാണ് അവർ പറഞ്ഞത്. ഇവിടെ പാർക്ക് ചെയ്യുന്ന വണ്ടിക്കാർക്ക്, പ്രത്യേകിച്ചും ലോറിക്കാർ അങ്ങനത്തെ വലിയ വണ്ടിക്കാർക്കൊക്കെ അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതിനുള്ള റൂമാണിത്. സെൽഫ് കുക്കിംഗ് ഏരിയ ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഷ് ബേസിൻ ഉണ്ട്. ബാക്കി നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങളോടാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് അടുപ്പോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് ഇതിനുള്ളിൽ വെച്ച് കുക്ക് ചെയ്യാം. ഇത് ഓൾറെഡി ലോറിക്കാരുടെ കയ്യിലാകുമ്പോൾ അതിനുള്ള സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരെ കയ്യിൽ. വണ്ടികളെ കുറേ എടുത്ത് പോയി തുടങ്ങി. വലിയ വലിയ ട്രക്കുകളാണ് കിടക്കുന്നത് മുഴുവൻ. ഇവിടെ വേറെ റൂമും കൂടി ഉണ്ട്. റൂമല്ല, ചെറിയൊരു കെട്ടിടം തന്നെയാണത്. ഇത് ഇവിടുത്തെ ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ്. ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്, കൂടെ ലോണ്ടറി ഉണ്ട്. അതായത് നമുക്കിവിടെ കഴുകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇത് ഹൗദ എന്ന് പറയും, അതായത് വാട്ടർ ടാങ്കാണ്. ഇതിന് ചുറ്റുഭാഗത്ത് നിന്നിട്ട് നമുക്ക് കുളിക്കാൻ പറ്റും. ഇവിടെ തന്നെയാണ് ലോറിക്കാരൊക്കെ കുളിക്കുന്ന സ്ഥലം. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഒരു സെൽഫി പോയിന്റ് ഉണ്ട്. പിന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അതിനുള്ളൊരാൾ ഇരിക്കുന്നുണ്ട്. ആൾ ലോറിയുടെ ഡ്രൈവറാണ്. പിന്നെ ഇവിടെ ഒരു ഡോർമെറ്ററി ഉണ്ട്. അതായത് രാത്രി വണ്ടി ഇവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്തിട്ട് വണ്ടി ഉള്ളിൽ കിടക്കാത്തവർക്ക് ഡോർമെറ്ററിയിൽ നമുക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ട്.
അതിന് തൊട്ടടുത്ത് തന്നെയുള്ളത് എന്താ വെച്ചാൽ നമ്മൾ പമ്പിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതിപ്പോൾ തുറന്നിട്ടില്ല, നമ്മൾ നേരത്തെ വന്ന കാരണം നമ്മൾ 𝘭𝑪𝑒𝑙𝑦 മോർണിംഗാണ് അവിടെ എത്തിയിട്ടുള്ളത്. ബാർബർ ഷോപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതാണ് നമ്മൾ ഒരിക്കലും പമ്പിൽ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു ധാബയുണ്ട്, പക്ഷേ ധാബയുടെ വർക്ക് കഴിഞ്ഞിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാബ പൂർണ്ണമായിട്ട് വർക്കിങ്ങിനല്ല. അപ്പോൾ ധാബയുടെ പണിക്കുള്ള പണിക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിൽ അവർ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. വൈകാതെ തന്നെ ധാബയും വർക്കിങ്ങിലായിരിക്കും. ഇതാണ് ഈ പമ്പ്. വളരെ വലിയൊരു പമ്പാണ്. അതായത് നമ്മൾ കേരളത്തിലൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇങ്ങനത്തെ ഒരു പമ്പ്. അതായത് ഒരു ബാർബർ ഷോപ്പ് അടക്കമുള്ള പമ്പ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പമ്പാണ്. ഇത് മുഴുവൻ ഇവരുടെ തന്നെയാണ്. അത് വേറൊരു രീതിയിൽ എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ വേറൊരു ടീം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളതൊന്നല്ല, ഇവർ തന്നെയാണ് ഇത് മുഴുവൻ നടത്തുന്നത്. വലിയൊരു പാർക്കിംഗ് ഏരിയ, അതിനനുസരിച്ചുള്ള കുളിക്കാനുള്ള സൗകര്യം, അതേപോലെ ബാക്കി ബാത്റൂം സൗകര്യങ്ങൾ, വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ സെൽഫ് കുക്കിങ്ങിന് വേണമെങ്കിൽ അതിനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പമ്പ് എന്തായാലും നമ്മൾ എന്തായാലും കേരളത്തിൽ ഇത്രയും വലിയൊരു പമ്പ് എന്തായാലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് 𝘭𝑪𝑒𝑙𝑎ണ് ഈ പമ്പ്. ഇത് വളരെ വലിയൊരു പമ്പാണ്. പമ്പിലുള്ള എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് അതൊക്കെ ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിലെ ഒരുവിധം ഒട്ടുമിക്ക സ്ഥലങ്ങളും നമ്മൾ പോയിട്ടുള്ളതാണ്. പക്ഷെ അവിടെ ഒന്നും നമ്മൾ ഇത്രയും സൗകര്യങ്ങളുള്ളൊരു പമ്പ് കണ്ടിട്ടില്ല. വലിയ വലിയ പമ്പുകൾ കണ്ടിട്ടുണ്ട്, ധാരാളം വണ്ടികൾ വരുന്ന പമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും അധികം സൗകര്യങ്ങൾ ഒരുമിച്ചുള്ളൊരു പമ്പ് നമ്മൾ ഇതുവരെ വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. ഇതെല്ലാം ഇന്ത്യൻ ഓയിലിൻ്റെ ബ്രാൻഡിങ്ങിലാണ് നിൽക്കുന്നത്. നമുക്കിവിടെ നമ്പർ പ്ലേറ്റുകൾ കാണാം. അതായത് ഇന്ത്യയിലത്തെ എല്ലാ സംസ്ഥാനത്തെയും അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അടക്കമുള്ള നമ്പർ പ്ലേറ്റുകളെല്ലാം അവരിവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ട്. കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ നമ്മുടെ കേരളത്തിലത്തെ ബോർഡുകളുണ്ട്. ഇനി നമുക്ക് ഇവിടെ പറയാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ കുറേ അധികം സോളാർ പാനലുകൾ കാണുന്നുണ്ട് ഇതിൻ്റെ മീതം മുഴുവൻ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത്, ഈ പമ്പ് വർക്ക് ചെയ്യുന്ന എനർജി മുഴുവൻ ഇതേ സോളാർ പാനലിൽ നിന്ന് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. മറ്റു തരത്തിലുള്ള ഇലക്ട്രിസിറ്റി അല്ല, അത് വെറും സോളാർ പാനൽ വെച്ച് ഇവരുണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയാണ് ഇവർ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൊച്ചി എയർപോർട്ടിലുള്ള അതേപോലത്തെ ഒരു സിസ്റ്റം തന്നെയാണ് ഇവരിവിടെ ഉപയോഗിക്കുന്നത്. അവിടെ സോളാർ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഇവർ ഈ പമ്പ് റൺ ചെയ്യിക്കുന്നത് മുഴുവൻ ഇതേ സോളാർ എനർജി കൊണ്ടാണ് ഇവർ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ, നമ്മൾ വളരെ ക്ലീനാണ് ഇവിടെ. പമ്പ് മൊത്തം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, മൊത്തം ക്ലീനാണ്. നല്ല വൃത്തിയുള്ള ഒരു ഏരിയയാണ്. പൊതുവെ നല്ലൊരു അന്തരീക്ഷമാണ്. പൊതുവെ ചുറ്റുഭാഗത്തും മലകളൊക്കെ ആയിട്ട് മൊത്തം പ്രകൃതിയും നല്ലൊരു രസകരമായിട്ടുള്ള പ്രകൃതിയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.